ഇത് നമുക്ക് റാഗി വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക്സിൻ്റെ റെസിപ്പി കണ്ടു നോക്കട്ടോ. നല്ല ഹെൽത്തിയാണ്, അതേപോലെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പാനിലേക്ക് ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ റാഗി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കട്ടോ. കട്ടകളൊന്നും ഇല്ലാതെ മിക്സാക്കി എടുക്കണേ. ഇതിലേക്ക് ബാക്കി അരക്കപ്പും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ. ഇതൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. തീ കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണേ കുറുക്കിയെടുക്കാൻ. കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ വേണ്ടത് ഒരു മുട്ടാണ്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. പിന്നെ ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യട്ടെ. എന്നിട്ട് തണുത്തിട്ട് വേണം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇതിൻ്റെ കൂടെ നല്ല പഴുത്തൊരു റോബസ്റ്റ പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കൊരു 8 ബദാം, തൊലി കളഞ്ഞ ബദാം ഇട്ട് കൊടുക്കാം. അതേപോലെ ഒരു 8-10 വാൾനട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വാൾനട്ട് ഓപ്ഷനാണ്, പകരം കപ്പലണ്ടി ചേർത്ത് കൊടുക്കട്ടെ. പിന്നെ 8 ഡേറ്റ്സ് കുരു കളഞ്ഞ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തണുത്ത പാലൊഴിച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കട്ടോ. ഗ്ലാസ്സിലേക്ക് കുറച്ചൊരു ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. പിന്നെ കുതിർത്ത് വെച്ച സബ്ജ സീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴേ ഇതൊരു ഗ്ലാസ് മതി കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.